58ാമത്തെ പേജ് എടുക്കുക. ലോഗോ. ലെസൺ നമ്പർ 6, പേജ് നമ്പർ 58. Aaron has to mute yourself. Aaron ഇവിടെ ഇല്ലേ? ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ, ശരി. സോ നമ്മള് ഈ ലോഗോയിനെ കുറിച്ച് പഠിക്കുക. ലോഗോ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ലോഗോ എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടാകില്ല അല്ലേ? ഓക്കെ. ലോഗോ ഈസ് എ കമ്പ്യൂട്ടർ ലാംഗ്വേജ്. വിച്ച് ലാംഗ്വേജ് ആർ യു ടോക്കിംഗ് അറ്റ് ഹോം? വിച്ച് ലാംഗ്വേജ് ആർ യു ടോക്കിംഗ് അറ്റ് ഹോം? മറാഠി, കന്നഡ, തെലുഗു, Urdu? Some are talking Malayalam, Sims. What about the others? ബാക്കിയുള്ളവർ ഏത് ഭാഷ സംസാരിക്കുന്നേ? നമ്മുടെ മറ്റേ എന്തോ ഒരു സിനിമയിലായിരുന്നോ, എന്തായിരുന്നു മറ്റേ ഏതോ ഒരു വിചിത്രമായിട്ടുള്ള ഭാഷ സംസാരിക്കുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, ബാഹുബലി. ബാഹുബലി ഫിലിമിൽ ആ പിന്നെ എന്തോന്നാ കുറെ കള്ളന്മാരായിട്ട് വരുന്നവർ സംസാരിക്കുന്നതിന് അംബ്ര അംബ്ര എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നില്ലേ? അതുപോലത്തെ എന്തെങ്കിലും ഭാഷയാണോ നിങ്ങൾ വീട്ടിൽ സംസാരിക്കുന്നേ? Then which language are you talking at home? ഇവിടെ ഒരാൾ പറഞ്ഞു മലയാളം എന്ന്, ബാക്കി ആരും ഒന്നുമില്ല. നിങ്ങളുടെ വീട്ടിലെ ഭാഷ Are you all talking Malayalam? Okay. Are you all talking Malayalam at home? Yes, okay. How many of you all talk Urdu at home? Or Tulu at home? Arabic? ഓക്കെ. അപ്പൊ അങ്ങനെ ആരും വേറെ ഭാഷകളൊന്നും സംസാരിക്കുന്നില്ല ഈ ക്ലാസ്സിലെ? ട്രൂ ലൈറ്റിൽ എല്ലാവരും തന്നെ മലയാളമാണ് സംസാരിക്കുന്നത് അല്ലേ? ഓക്കെ. ഇസ് എനിബഡി ടോക്കിംഗ് ഇംഗ്ലീഷ് അറ്റ് ഹോം വിത്ത് പേരൻസ്? കുറച്ചു പേരൊക്കെ കുറച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും അല്ലേ? ഓക്കെ, ഗുഡ്. ഇനി പേരൻസിന് ഫുൾ ഇംഗ്ലീഷ് അറിയത്തില്ല, പേരൻസിന് ഇംഗ്ലീഷ് അറിയില്ല എങ്കിൽ, നന്നായിട്ട് അറിയില്ല എങ്കിൽ പിന്നെ നമ്മൾ മലയാളത്തിൽ തന്നെ സംസാരിക്കണം. ഓക്കെ, ശരി. ഇവിടെ കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജ് ആണ് ലോഗോ പോലും. നമ്മുടെ ബാഹുബലിയിലെ ഭാഷയുടെ പേര് എനിക്ക് അറിയത്തില്ല, ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് കേട്ടായിരുന്നു. അതുപോലത്തെ ഒരു ഭാഷയാണ്, കമ്പ്യൂട്ടറിന് മാത്രം മനസ്സിലാവുന്ന ഒരു ഭാഷയാണ് ലോഗോ. അതിൽ ആർക്കെങ്കിലും, നിങ്ങൾ ആ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ അവരെന്താ പറഞ്ഞെന്നുള്ളത്? നോ, ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. ഞാൻ ആ ഫിലിം കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല, ആ കള്ളന്മാര് കൊള്ളക്കാര് പറഞ്ഞ ഭാഷയൊന്നും. ഇതുപോലെ കമ്പ്യൂട്ടറിന് മാത്രം മനസ്സിലാവുന്ന ഭാഷയാണ് ലോഗോ. ഓക്കെ. Logo is a computer language. It can be used to make a computer do things like drawing, pictures, doing calculations, typing text, and even making sounds. Okay. Computer will understand the logo language. And ഈ ലോഗോ ലാംഗ്വേജിൽ നമ്മൾ നിർദ്ദേശം കൊടുക്കുമ്പോൾ അവർ കമ്പ്യൂട്ടർ എന്തൊക്കെ ചെയ്യും? ഇറ്റ് ക്യാൻ ഡ്രോ പിക്ചേഴ്സ്, ഇറ്റ് ക്യാൻ ഡു കാൽക്കുലേഷൻസ്, ഇറ്റ് ക്യാൻ ടൈപ്പ് any text, then it can even make a sound പോലും ഉണ്ടാക്കാൻ പറ്റുന്നു. The full form of logo is LOGO, logo. അതിന്റെ ഫുൾ ഫോം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ലാംഗ്വേജ് ഓഫ് ഗ്രാഫിക് ഓറിയന്റഡ് or logic oriented. What is the full form of logo? Language of graphic oriented. Language of graphic oriented. അതിന്റെ ലാംഗ്വേജിന്റെ എല്ലും, ഓഫിന്റെ ഓയും, ഗ്രാഫിക്കിന്റെ ജിയും, ഓറിയന്റഡ് ഓയും ചേർന്നിട്ടാണ് ലോഗോ. അല്ലെങ്കിൽ ലാംഗ്വേജ് ഓഫ് ലോജിക് ഓറിയന്റഡ്, ഗ്രാഫിക് ഓറിയന്റഡ് അല്ലെങ്കിൽ ലോജിക് ഓറിയന്റഡ് എന്ന് പറയും. സോറി, ലോജിക് ഓറിയന്റഡ്, ഗ്രാഫിക് ഓറിയന്റഡ്, എങ്ങനെ വേണേലും പറയാം. സോ എഡ്വിനെ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ലോഗോ? വേഗം എല്ലാരും കണ്ടുപിടിച്ച പുസ്തകം നോക്കി, ക്വസ്റ്റൻ ആണ് എല്ലാരോടും. എഡ്വിൻ, ഇത്ര നേരം ഇറങ്ങിക്കൊണ്ടിരുന്ന എഡ്വിൻ സ്റ്റക്കായി പോയോ? കൊച്ചു കള്ളാ. അൺമ്യൂട്ട് ക്ലിക്കാന്നുള്ളൂ. പ്ലീസ് അൺമ്യൂട്ട്. എഡ്വിൻ പോയാച്ചു, ലൈനേ പോയി. ഓക്കെ,
Adit KV, what is the full form of logo? Unmute. You have to unmute and then you have to answer. Logo of Language of graphic oriented. അല്ലെങ്കിൽ എന്താണ് ലോജിക് ഓറിയന്റഡ് ഗ്രാഫിക് ഓറിയന്റഡ് ലോജിക് ഓറിയന്റഡ് ആൻഡ് ഓർ ഗ്രാഫിക് ഓറിയന്റഡ് ഓക്കെ അവിടെ എന്ന് വേഗം പറ what is the full form of logo? ഒന്ന് വേഗം അൺമ്യൂട്ട് ചെയ്തേ മുത്തു. എല്ലാവരും പറയണം. വേഗം വായിക്കാൻ പഠിച്ചോ അത്. ഫേബസ് എവിടെ പോയി ഇതിന്റെ ഇടയ്ക്ക് മുത്തേ? എണീറ്റ് പോയാ? ഓക്കെ. പറഞ്ഞു. ലാംഗ്വേജ് ഓഫ് graphic oriented or logic oriented. മോള് കണ്ടില്ലേ ഇതെവിടെ എഴുതിയേക്കുന്നേന്ന്? ടെക്സ്റ്റ് ബുക്കിൽ കണ്ടോ ഇതെവിടെ എഴുതിയേക്കുന്നേന്നുള്ളത്? എന്നാ വായിച്ച മുത്തേ. ഗ്രാഫിക് ഓറിയന്റഡ്. ഓക്കെ. ജൂലിയറ്റ്, Avani, please mute yourself. Juliet. oriented. Language of graphic. എന്തൊന്ന് വായിച്ച മോളെ? ജൂലിയറ്റ് കേട്ടില്ല മുത്തേ. ഒന്നുകൂടെ വായിച്ചേ. Language of graphic oriented or logic oriented, graphic oriented. Very good. Ajisal. Next one is Ajisal and after that Rilu. Okay, Ajisal, please read. What is the full form of logo? Logo of language of graphic oriented or logic oriented, graphic oriented. Very good. Next Rilu. After Rilu, Favas has to read. Okay. പോകാൻ ഒക്കില്ല. ഈ റിലു വായിച്ചു കഴിഞ്ഞ് ഫേമസ് വായിക്കണം. എഴുന്നേറ്റ് പോയേക്കല്ലേ? ഓക്കെ, വായിച്ച മോളെ റിലു. Language of graphic oriented or logic oriented, graphic oriented. Very good. ഫേമസേ മുത്തേ വേഗം ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മുത്തേ. വായിച്ചോ. Large അല്ല മോനെ, language of graphic oriented or logic oriented, graphic oriented. Okay, next Angel Rose. After Angel Rose, Selna has to read. Angel, please unmute. Language of graphic oriented or logo oriented, graphic oriented. Logic oriented ആണ് ട്ടോ, logo oriented അല്ല. Logic oriented or graphic oriented. Okay, next Selna. After Selna, Siddhant has to read. Language of graphic oriented or logic oriented, graphic oriented,
Very good. Okay. Sidhu, please unmute. After that, Benita has to read. Sidhu, unmute ചെയ്യുമോനെ എന്നിട്ട് വായിക്കാം. Sidhu, can you hear? Unmute. Language of graphic organs or oriented ആണ് മോനെ, organ അല്ല, oriented. Okay, oriented or logic, graphic oriented. Okay. Next, Benita. After Benita, Alan Matthew. Language of graphic orient or logic orient, graphic orient അല്ല, oriented എന്നാണ് കേട്ടോ, oriented. Okay. Next, Alan Matthew Dilip. He's stuck, I think. Alan, can you hear, my dear? Okay. Please read. League of graphic orient or logic oriented. League അല്ല മോനെ, language ആണ്. Once again, please. Language of na, league അല്ല കേട്ടോ, language of graphic oriented or logic oriented, graphic oriented. Very good. ഇനി ആരാധന ഞാൻ പറഞ്ഞ ഏഞ്ചൽ, did you read? ഏഞ്ചൽ വായിച്ചതാണോ? വായിച്ചു. അവണി, സെൽന വായിച്ചു, സിദ്ധാന്ത് വായിച്ചു, ഫേവസ് വായിച്ചു, അറിയില്ലു. ജോയൽ, അമ്പട കൊച്ചുകല്ല, ജോയൽ കൂട്ടാ വായിച്ചോ. അത് കഴിഞ്ഞ് എഡ്വിൻ ആണേ. എഡ്വിൻ എവിടെ മുങ്ങി? എഡ്വിന്റെ വീഡിയോ ഇല്ല, ഓഡിയോയും ഇല്ല, അവിടെ പേര് മാത്രമേ ഉള്ളൂ എഡ്വിനെ. ജോയൽ വായിച്ചപ്പത്തെ അൺമ്യൂട്ട് ചെയ്യുമ്പത്തെ. ജോയലെ പ്ലീസ് അൺമ്യൂട്ട്. ലോജിക് അല്ല മോനെ, ലാംഗ്വേജ് ഓഫ് ഗ്രാഫിക് oriented logic oriented graphic oriented. എന്റെ ജോയില് ക്ലാസ്സിൽ ലാസ്റ്റ് വായിക്കുന്നത്. ഇത്രയും കുട്ടികൾ വായിച്ചിട്ടും മോൻ ശ്രദ്ധിച്ചില്ലല്ലോ അല്ലേ? അത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് പറ്റിയതാ. ഇത്രയും കുട്ടികൾ വായിച്ചില്ലേ? അപ്പം വായിക്കാൻ അറിയില്ലെങ്കിൽ അവര് വായിക്കുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. നെക്സ്റ്റ് എഡ്വിൻ തോമസ്, can you hear? എഡ്വിന് കേൾക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇനി ആരെങ്കിലും ബാക്കി വിട്ട് പോയിട്ടുണ്ടോ? വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആരോൺ വായിച്ചല്ലേ മോനെ? ഓക്കെ. എഡ്വിന് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ബാക്കി എല്ലാ കുഞ്ഞുങ്ങളും വായിച്ചതാണോ? ആരെങ്കിലും വായിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. ആരോൺ വായിച്ചില്ല. ആരോൺ വായിച്ചില്ലേ? വായിച്ചോ. അല്ല, ആരോൺ വായിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ആരോൺ, can you hear? എഡ്വിന് എന്തോ നെറ്റ് പ്രോബ്ലം തോന്നുന്നു. ആരോണിന് നെറ്റ് പ്രോബ്ലം തോന്നുന്നു. ആരോണെ കേൾക്കുന്നുണ്ടോ മോനെ? അയ്യോ, അജസിലൊക്കെ വായിച്ചു അല്ലേ അജസിലെ? അജസിലൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വായിച്ചു. എനിക്ക് എഡ്വിനാണ് വായിക്കാത്തയല്ല. എഡ്വിന് അന്ന് നെറ്റ് പ്രോബ്ലം ഉണ്ടോ? എനിക്ക് തോന്നുന്നു എഡ്വിന് അൺമ്യൂട്ട് ചെയ്യുമ്പോഴേക്കും പോകുമെന്ന് തോന്നുന്നു, കട്ടായി പോകുന്നുണ്ട്. ഓക്കെ, എനിവേ wait. So what is the full form of logo? Language of graphic oriented or language of അല്ലെങ്കിൽ വേറെ ഒന്നും ഉണ്ട്, logic oriented and graphic oriented. Okay. And just like your pencil, logo uses a pen for drawing which appears like a triangle on the screen. See, just like our pencil that we use to draw, this logo also uses a penisms to draw which appears like a triangle on the screen. നമ്മൾ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നത് പോലെ നമ്മുടെ ലോഗോ ഒരു പെൻ ഉപയോഗിച്ച് വരച്ചിട്ട് ഒരു ട്രയാങ്കിൾ പോലത്തെ ഒക്കെ വരച്ചിട്ട് അങ്ങനെയൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ പറയുന്ന പോലെ മലയാളം ഒന്നും പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. അവരുടേതായിട്ടുള്ള ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്ന ഒരു ഗ്രാഫിക് ഡിസൈനിങ് ആണത്. എന്ന് വെച്ചാൽ നമുക്കും അത് ക്ലിയർ ആവില്ല. ഇനി അത് നമുക്ക് കാണിച്ചു തരാനൊന്നും ഇതില്ല. പേജ് 59 എടുത്തേ. പേജ് 59 ഒരു ട്രയാങ്കിൾ കണ്ടോ?
അതായത് ലോഗോ സ്ക്രീൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി അവിടെ ഇങ്ങനെ നിൽക്കുന്ന നമ്മുടെ സോസോയോ അല്ല ആരാത് ഡോറ പേജ് 59 ദിസ് പിക്ചർ ഇവിടെ കണ്ടോ ട്രയാങ്കിൾ കണ്ടോ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ ഡു യു നോ വാട്ട് ഈസ് ട്രയാങ്കിൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടോ ട്രയാങ്കിൾ എന്താണെന്ന് ആരൊക്കെ കൈയൊക്കെ പൊക്കുന്നുണ്ട് ഓക്കെ വിച്ച് ഇസ് ഹാവിങ് 3 എഡ്ജസ് 3 എഡ്ജുള്ള നമ്മൾ മലയാളത്തിൽ എന്താ ത്രികോണം എന്ന് പറയും മാത്സിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയോന്ന് എനിക്കറിയില്ല ട്രയാങ്കിളിന്റെ ഒക്കെ ഇങ്ങനെ വരയ്ക്കുന്നത് 1 2 3 ലൈനുകൾ ചേർത്തിട്ട് 3 കോർണേഴ്സ് ഉള്ളത് ഓക്കെ അപ്പൊ ഇവിടെ പുസ്തകം ഇല്ല എന്റെ മുത്തിനാ എവിടെയുണ്ട് പുസ്തകം ആ പുസ്തകം അവിടെ വെച്ചിട്ട് കാലും മുക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണോ പുസ്തകത്തിൽ നോക്കണം കേട്ടാ ഓക്കെ So click on the start button. നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് സ്റ്റാർട്ടിംഗ് ലോഗോ ഫസ്റ്റ് we have to click on start button, then we have to click on programs, then from there Microsoft Windows logo, then click on Microsoft Windows logo. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് we have to click on start button. കമ്പ്യൂട്ടറിൽ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പ്രോഗ്രാം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക പിന്നെ നെക്സ്റ്റ് വന്ന അതിനകത്ത് സെലക്ട് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ലോഗോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് ലോഗോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റാർട്ട് പിന്നെ പ്രോഗ്രാമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മൈക്രോസോഫ്റ്റ് ലോഗോ അതിനകത്ത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ലോഗോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഇനി നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാൻ പറ്റാത്ത അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല 1 സെക്കൻഡ് ഞാൻ ഇതിനകത്തൊന്ന് നോക്കട്ടെ ഇനി എവിടെയെങ്കിലും കിടപ്പുണ്ടോന്നേ ഒറ്റ സെക്കൻഡ് കേട്ടോ നടക്കൂല അത് കിട്ടൂല നമ്മുടെ ഇതിനകത്ത് ഓക്കെ ലോഗോ അടിച്ചു കൊടുത്തിട്ടും വരുന്നില്ല ഓക്കെ അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ദ ട്രയാങ്കിൾ ഇൻ ദ മിഡിൽ ഓഫ് ദ ലോഗോ സ്ക്രീൻ ഈസ് കോൾഡ് ദ ടർട്ടിൽ ഈ ടർട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ടർട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് ആർക്കെങ്കിലും അറിയാവോ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞ് ടർട്ടിലിന് എന്നാന്നറിയാവുന്ന ടർട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ ടോർട്ടൈസ് പോലത്തെ ഒരു സ്മോൾ അനിമൽ ആണ് കണ്ടിട്ടുണ്ടോ ഒരു ചെറിയൊരു ജീവിയാണ് ടർട്ടിൽ എന്ന് പറഞ്ഞാല് ഒരു നമ്മുടെ ടോർട്ടൈസ് പോലത്തെ ഒരു ജീവിയാണ് ടർട്ടില് പക്ഷെ ഇവിടുത്തെ ടർട്ടിൽ അങ്ങനെയല്ല കേട്ടോ ദ ട്രയാങ്കിൾ ഇൻ ദ മിഡിൽ ഓഫ് ദ ലോഗോ സ്ക്രീൻ ഈസ് കോൾഡ് ദ ടർട്ടിൽ ഇപ്പൊ നമ്മള് ഈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് സ്റ്റാർട്ടിൽ പോയി ക്ലിക്ക് ചെയ്ത് അവൾ പ്രോഗ്രാംസിൽ പോയി അവിടുന്ന് മൈക്രോസോഫ്റ്റ് ലോഗോയിൽ പോയി ക്ലിക്ക് ചെയ്ത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ സ്ക്രീൻ ഓപ്പൺ ആയിട്ട് വരും ഇങ്ങനെയായിരിക്കും വരുന്നത് നിങ്ങളുടെ പേജ് 59 ഇതുപോലെ സ്ക്രീൻ ഇതുപോലെ ആയിരിക്കും അതിന്റെ പേജ് ഉണ്ടാകുന്നത് അപ്പൊ അതിന്റെ നടുക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ടാകും ഒരു 3 എഡ്ജുള്ള ട്രയാങ്കിൾ ഉണ്ടാകും ഈ ട്രയാങ്കിൾ പറയുന്ന പേരാണ് ടർട്ടിൽ എന്ന് പറയുന്നത് മനസ്സിലായോ ദ ടർട്ടിൽ ഇൻ ദ മിഡിൽ ഓഫ് ദ ലോഗോ സ്ക്രീൻ ഈസ് കോൾഡ് ടർട്ടിൽ The turtle follows the commands given by you. നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം പക്ഷെ അതിന് ലോഗോയുടെ ആണ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ലോഗോ നിർദ്ദേശം അനുസരിച്ച് ഇറ്റ് വിൽ മൂവ് The turtle carries a pen in its tail. അതിന്റെ അറ്റത്തൊരു ടെയിൽ എന്ന് പറയുന്നത് നോക്കിക്കേ ഹെഡും ടെയിലും ട്രയാങ്കിളിന്റെ ഈ ഭാഗത്തിന് ടെയിൽ എന്ന് പറയുന്നത് ദിസ് ഈസ് എ ടെയില് മുകളിലത്തെ ഭാഗത്തിന് നമ്മൾ ഹെഡ് എന്ന് പറയും താഴെ അതിന് ടെയിൽ എന്ന് പറയും ഓക്കെ സോ ഈ ടെയിലോ എന്ത് ചെയ്യുന്നു ഇറ്റ് ക്യാരീസ് എ പെൻ വിത്ത് ഇറ്റ് അതിന്റെ കൂട്ടത്തിൽ ഒരു പെൻ ഉണ്ട് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നു പക്ഷെ ഞാനത് കുറേ നോക്കി നമ്മുടെ താഴത്തെ കമ്പ്യൂട്ടറിലെങ്കിലും
അതൊന്നും ഇപ്പോഴത്തെ കമ്പ്യൂട്ടറിലൊന്നും ഇല്ല ആക്ച്വലി. ഷട്ട് ഡൗൺ ചെയ്തോ കമ്പ്യൂട്ടർ? ആ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്തോ? Okay. The turtle carries a pen in its tail. When it moves according to the instructions it is given, it draws a line on the screen. The Microsoft Windows logo screen has the following parts. എന്തൊക്കെയാണുള്ളത് നോക്കാം. At the top of the screen is the menu bar. സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ മെനു ബാർ ഉണ്ടായിരിക്കും. Which has choices like a file, bitmap, set and zoom. ഓക്കെ, ഏറ്റവും മുകളിൽ മെനു ബാർ ഉണ്ടാകും. ഈ മെനു ബാറിൽ എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളത്? ഫയൽ ഉണ്ട്, ബിറ്റ് മാപ്പ് ഉണ്ട്, സെറ്റ് ഉണ്ട്, സൂം. ദീസ് ആർ ദ 4 ഓപ്ഷൻസ് there. ഫയൽ, ബിറ്റ് മാപ്പ്, സെറ്റ് and zoom. The large white area where the turtle draws the graphics window, it is the turtle's playground. അതായത് സ്ക്രീനിൽ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഏരിയ ഇല്ലേ, ഈ ഏരിയ, ആ ഏരിയന് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ദ ടർട്ടിൽസ് പ്ലേ ഗ്രൗണ്ട്. ടർട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ പറഞ്ഞ ഒരു സ്മോൾ ക്രീച്ചർ ആണ്, ഒരു ജീവിയാണ് അല്ലെ. ആ ജീവിക്ക് കളിക്കാനുള്ള സ്ഥലമാണ് ഈ കമ്പ്യൂട്ടറിൽ ഈ പറയുന്ന ഈ ഡ്രോയിങ് ഏരിയ. അതെന്താ മോളെ? ഏഞ്ചൽ റോസ് എന്താ പറയുന്നുണ്ടല്ലോ, എന്താ മറ്റേ പുസ്തകം പൊക്കി പിടിച്ചോണ്ട് എന്തോ അത് അപ്പുറത്ത്? ഓക്കെ, എന്നാ ആരാ എന്തോ പറഞ്ഞല്ലോ? ആരാ പറഞ്ഞ? ആരാണോ? ആരോ എന്തോ അവിടുന്ന് പറഞ്ഞു. ഓക്കെ. At the top of the screen is menu bar which is choices like a file, bitmap, set and so on. The large white area, അതിന്റെ ഇടയ്ക്കുള്ള ആ കുറച്ച് കൂടുതലുള്ള സ്ഥലം എന്താണ്? It is the graphic window. അതിന് പറയുന്ന ഗ്രാഫിക് വിൻഡോ. അവിടെയാണ് നമ്മുടെ ടർട്ടിലിന്റെ പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അതായത് അവിടെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ആൻഡ് the center of the graphic screen is called the turtle's home. നല്ല നല്ല കാര്യങ്ങളൊക്കെ അല്ലെ. ഒന്ന് പ്ലേ ഗ്രൗണ്ട്, പിന്നെ നടുക്ക് എന്താണ്? The large it is the center. സെന്റർ എന്ന് പറയുമ്പോൾ എന്താണ്? മിഡിൽ, നടുഭാഗം അല്ലെ. ആ നടുഭാഗത്ത് എന്താണുള്ളത്? നടുഭാഗത്ത് ഇറ്റ്സ് ഹോം, അതിന്റെ വീടാണ്, ഹൗസ് ആണ്. അപ്പത്തെ സ്ക്രീൻ ഉണ്ടോ? Next, you can tell the turtle what to do by typing commands in the input box. നമ്മള് ടർട്ടിലിന് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് നമുക്ക് എന്താണ് അത് ചെയ്യേണ്ടതെന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് നിർദ്ദേശങ്ങൾ കൊടുക്കാം. ആ നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ ഈ ടർട്ടില് അവിടെ എഴുതുകയും വരയ്ക്കുകയും ഒക്കെ ചെയ്യും. അതിനെക്കുറിച്ച് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് ഈ സ്ക്രീൻ ഷെയർ ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. I will explain it in the next class. Okay, bye then.